നമസ്കാരം സുഹൃത്തുക്കളെ, വരാൻ പോകുന്ന ഏതൊരു എക്സാമിനും ഉപകാരമാകുന്ന രീതിയിൽ 2025 പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് കീറി മുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അത് എക്സ്പ്ലനേഷൻ ഫുള്ളായിട്ടും പുതിയ SCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ ഡെയിലി കൂടെ വന്നു കഴിഞ്ഞാൽ എന്താകും, 2026 എന്ന വർഷം നിങ്ങളുടേതാക്കി മാറ്റാനാക്കിയിട്ട് പറ്റും. മനസ്സിലായോ? ഓരോ എക്സാമും എന്താകും, ഒരു എക്സാം മാത്രമായിരിക്കില്ല, എല്ലാ എക്സാമും നിങ്ങളുടെ മുന്നിൽ എന്തായിരിക്കും, റാങ്കിന്റെ ഉയർന്ന നിലവാരത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനായിട്ട് ഈ ക്ലാസ്സുകൾ സാധിക്കുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. പിന്നെ നിങ്ങളത് പ്രയോജനപ്പെടുത്തുന്ന രീതിയായിരിക്കും മറ്റുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് അങ്ങോട്ട് കിടക്കാം കേട്ടോ. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? മാനാഞ്ചിറ തടാകമാണ് കേട്ടോ. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? മാനാഞ്ചിറ തടാകമാണ്. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിലാണ് മാനാഞ്ചിറ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇത് നിർമ്മിച്ച ഭരണാധികാരി ആരെ എന്ന് ചോദിച്ചാൽ മാനവിക്രമൻ നമ്പൂതിരിയാണ് കേട്ടോ. മാനവിക്രമൻ നമ്പൂതിരി. ഓക്കെ, മാനവിക്രമൻ നമ്പൂതിരിയാണ് മാനാഞ്ചിറ തടാകം നിർമ്മിച്ചത്. കോഴിക്കോടാണ് മാനാഞ്ചിറ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ പൂക്കോട്ട് തടാകത്തിനെ കുറിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് അല്ലെ. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാടാണ്. കബനി നദിയുടെ പോഷക നദിയായ പനമരം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പൂക്കോട്ട് തടാകത്തിൽ നിന്നാണ്. നമ്മുടെ കേരളത്തില് 44 നദികളുണ്ട് അല്ലെ. അതിൽ എത്രണ്ണമാണ്? 41 എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. അതിൽ ബാക്കിയുള്ള 3 എങ്ങോട്ട് ഒഴുകുന്ന നദികളാണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. ഓക്കെ ആണല്ലോ. അപ്പോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളതില് ഈ 3 നദികൾ ഏതൊക്കെയാണ് കിഴക്കോട്ട് ഒഴുകുന്നതില്? കബനി, അതേപോലെ ഭവാനി, പാമ്പാറ് അല്ലെ. കബനി, ഭവാനി, പാമ്പാറ്. അപ്പൊ ഈ കബനി നദിയുടെ ഒരു പോഷക നദിയാണ് ഏത്? പനമരം. ഈ പനമരം നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പൂക്കോട്ട് തടാകത്തിൽ നിന്നാണ്. പനമരം നദി ഉത്ഭവിക്കുന്നത് പൂക്കോട്ട് തടാകത്തിൽ നിന്നാണ്. അതേപോലെ ഈ പൂക്കോട്ട് തടാകത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത് എന്ന് ചോദിച്ചാൽ അത് പൂക്കോട്ട് തടാകമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ മാനാഞ്ചിറ തടാകം പഠിച്ചു, പൂക്കോട്ട് തടാകം പഠിച്ചു. ഇനി കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ്? കേരളത്തില് ഹൃദയത്തിന്റെ ആകൃതി, നമ്മുടെ ഹാർട്ടിന്റെ ആകൃതിയിലുള്ള ഒരു തടാകമുണ്ട്. ഏതാണത്? മേപ്പാടിയാണ് കേട്ടോ. മേപ്പാടി തടാകം എവിടെയാണ്? വയനാടാണ്. മേപ്പാടി തടാകം വയനാടാണ്. ഇനി നമ്മുടെ ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ്? ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ്? അത് പൂക്കോട്ട് തടാകമാണ്. പൂക്കോട് തടാകമാണ്. ഇനി പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിലുള്ള തടാകം ഏതാണ്? കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ് കേട്ടോ. അഷ്ടമുടി കായലാണ്. പനയോലയുടെയും നീരാളിയുടെയും ഒക്കെ ആകൃതിയിലുള്ള കായൽ അഷ്ടമുടി കായലാണ്. ഇനി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിലുള്ള കായൽ ഏതാണ്? F ആകൃതിയിലുള്ള കായല് അത് ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായൽ. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ പഠിച്ചത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത് എന്ന് ചോദിച്ചാൽ അത് പൂക്കോട്ട് തടാകമാണ്. കബനി നദിയുടെ പോഷക നദിയായിട്ടുള്ള പനമരം ഉത്ഭവിക്കുന്നത് ഇതിൽ നിന്നാണ്? പൂക്കോട്ട് തടാകത്തിൽ നിന്നാണ്. പിന്നെ എന്താണ് പഠിച്ചത്? ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതി സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാന്ന് ചോദിച്ചാൽ അത് പൂക്കോട്ട് തടാകമാണ്. പനയോലയുടെ അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ അഷ്ടമുടി കായലാണ്. F ആകൃതിയിലുള്ളത് ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ഇനി നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ് അല്ലെ. ഏതാണ്? ശാസ്താംകോട്ട കായൽ. ഓക്കെ, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുന്നുണ്ടോ? നോക്കട്ടെ, വൈറ്റ് നോക്കാം.
ഓക്കെ, ശാസ്താംകോട്ട കായൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് അല്ലെ? ശാസ്താംകോട്ട കായൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ശാസ്താംകോട്ട കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം എപ്പോഴാണ്? 2002 റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയത്. റംസാർ സൈറ്റിൽ ശാസ്താംകോട്ട കായൽ മാത്രമല്ല 2002 ഏതൊക്കെയാണ്? ശാസ്താംകോട്ട കായൽ 1, അതേപോലെ തന്നെ അഷ്ടമുടി കായൽ അല്ലെ? അഷ്ടമുടി കായലും വേമ്പനാട്ട് കായലും ട്ടോ. ഇത് 3 റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയത് 2002 കായലുകളുടെ രാജ്ഞിയാണ് ആര്? ശാസ്താംകോട്ട കായൽ കേട്ടോ. കായലുകളുടെ രാജ്ഞിയാണ് ആര്? ശാസ്താംകോട്ട കായൽ. ഓക്കെ, ഇനി നമുക്ക് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? പുന്നമട കായലാണ് കേട്ടോ. പുന്നമട കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലാണ്. ഇനി പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ് അല്ലെ? എവിടെയാണ്? അഷ്ടമുടി കായലിലാണ്. ഇനി അയ്യങ്കാളി ട്രോഫി വള്ളംകളിയോ? അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായൽ? ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. വെള്ളായണി കായലാണ്. വെള്ളായണി കായലാണ്. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് പുളിക്കുന്നാണ്. എവിടെയാണ്? പുളിക്കുന്നിലാണ്. ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്ന കായല് കൊച്ചി കായലാണ്. കൊച്ചി കായൽ. ഓക്കെ, കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമട കായലില്, പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലില്, അയ്യങ്കാളി ട്രോഫി വെള്ളായണി കായലില്, രാജീവ് ഗാന്ധി ട്രോഫി പുളിങ്കുന്ന് കായലില്, അതേപോലെ ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് കൊച്ചി കായലിലാണ് കേട്ടോ. അതേപോലെ കായലുകളുടെയും ലഗൂണുകളുടെയും നാട് ഏതാണ്? അത് നമ്മുടെ കേരളമാണ് കേട്ടോ. കായലുകളുടെയും ലഗൂണുകളുടെയും നാട് എന്നറിയപ്പെടുന്നത് കേരളമാണ്. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഈ തടാകങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു വെക്കുക. അതേപോലെ നമുക്ക് കുറച്ച് തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയാണെന്ന് പ്രീവിയസ് ചോദിച്ചതൊന്നും നമുക്ക് പഠിച്ചു വെക്കാം. കവ്വായി കായൽ എവിടെയാണ്? കവ്വായി കായൽ ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. കവ്വായി എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. അതേപോലെ അകലപ്പുഴ കായൽ, അകലപ്പുഴ ജലാശയം എവിടെയാണ്? അകലപ്പുഴ ഏതാണ്? കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ മുരിയാട് തടാകം, മുരിയാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ആണ്. മുരിയാട് എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. മുരിയാട് തൃശ്ശൂരാണ്. ഏനമാക്കൽ എവിടെയാണ്? മനക്കൊടിയിലാണ് കേട്ടോ. ഏനമാക്കൽ എവിടെയാണ്? മനക്കൊടി എവിടെയാ? തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരാണ് മനക്കൊടിയില്. തൃശ്ശൂരിലെ മനക്കൊടിയിലാണ് ഏനമാക്കൽ കായൽ സ്ഥിതി ചെയ്യുന്നത്. കൊടുങ്ങല്ലൂർ കായൽ അത് പിന്നെ നമുക്ക് അറിയാം അല്ലെ? കൊടുങ്ങല്ലൂർ എവിടെയാ? കൊടുങ്ങല്ലൂർ കായല് തൃശ്ശൂർ ജില്ലയിലാണ് അല്ലെ? ശാസ്താംകോട്ട കായൽ കൊല്ലമാണ് നമ്മൾ പഠിച്ചു. വെള്ളായണി പ്രീവിയസ് ആണ്. വെള്ളായണി കായൽ എവിടെയാ? തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ഒക്ടോബർ നവംബർ മാസം നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അല്ലെ? ഈ ക്ലാസ് നമ്മൾ ഇന്നലെ പുതിയ SSCRT ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കണ്ടോ? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 2 ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? വടക്ക് പടിഞ്ഞാറാണോ വടക്ക് കിഴക്കനാണോ? വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് കേട്ടോ. വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. എന്താ ഈ വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേര്? വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ഇന്നലെ പഠിച്ചതാണ്. പഠിച്ചവർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടാകും. ഏതാണ്? തുലാവർഷം എന്നറിയപ്പെടുന്നത് അല്ലെ? തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. മാസം ഏതാണ്? ഒക്ടോബർ മുതൽ, അത് ക്വസ്റ്റ്യനിലുണ്ട് അല്ലെ? ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രത്യേകത ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ശക്തമായ മഴ. ഇടിമിന്നൽ ഉണ്ടാകും. അതേപോലെ തന്നെ ശക്തമായ മഴയും. ഓക്കെ, ഇതാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അല്ലെ? തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഇത് ഏതൊക്കെ മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത്? ജൂൺ മുതൽ
സെപ്റ്റംബർ മാസം വരെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ അതിന്റെ പ്രത്യേകത മറ്റു പേരുകൾ എന്തൊക്കെയാണ്? കാലവർഷം അല്ലേ? കാലവർഷം എന്നും ഇടവപ്പാതി എന്നും അറിയപ്പെടുന്നത് ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് കേട്ടോ. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ഇനി അപ്പൊ നമ്മൾ ഒക്ടോബർ നവംബർ പഠിച്ചു, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറഞ്ഞു അല്ലെ. ഇനി നമ്മുടെ കേരളത്തില് ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ശൈത്യകാലം അതായത് നമ്മളിപ്പോ ഈ മാസങ്ങളാണ് അല്ലെ. അത് ഏതൊക്കെ മാസങ്ങളാണ് ശൈത്യകാലം അനുഭവപ്പെടുന്നത്? പറയൂ. ഡിസംബർ ടു ഫെബ്രുവരി അല്ലെ. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം അനുഭവപ്പെടുന്നത്. വേനൽക്കാലം അനുഭവപ്പെടുന്നതോ? വേനൽക്കാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് മാസം വരെയാണ് അല്ലെ. മാർച്ച് മുതൽ മെയ് വരെയാണ് ഏത് വേനൽക്കാലം അനുഭവപ്പെടുന്നത്. അപ്പം 4 കാലവർഷമാണ് നമ്മുടെ കേരളത്തിൽ അനുഭവപ്പെടുന്നത്. ഒന്ന് നമ്മൾ ശൈത്യകാലം പറഞ്ഞു, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. നമ്മളിപ്പോ ഏതാ? ഡിസംബർ മാസം അല്ലേ? ശൈത്യല്ലേ, നല്ല തണുപ്പില്ലേ ഇപ്പോ. ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഫെബ്രുവരി കഴിഞ്ഞു മാർച്ച് ടു മെയ് വരെ ഏതാകും? വേനൽക്കാലമാകും. മെയ് കഴിഞ്ഞ് ജൂൺ ടു സെപ്റ്റംബർ വരെ കാലവർഷം ഇടവപ്പാതി തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കും. സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ നവംബർ ആകുമ്പോൾ തുലാവർഷം അനുഭവപ്പെടും. വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ശക്തമായ മഴയാണ് വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ മാസമാണ് കേട്ടോ. ജൂലൈയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് എപ്പോഴാണ്? പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജനുവരിയിലാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജനുവരിയിലാണ് കേട്ടോ. ഇനി മൺസൂണിന് മുമ്പായിട്ടുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മൺസൂണിന് മുമ്പ് ഈ ഇടവപ്പാതി ഉണ്ടല്ലോ, അതിനു മുമ്പ് ഈ വേനൽക്കാലത്ത് ഒരു മഴ അനുഭവപ്പെടും. ഈ വേനൽക്കാലത്ത് ഒരു മഴ അനുഭവപ്പെടും. അതിന് പറയുന്ന പേരാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത് അല്ലെ. മാംഗോ ഷവർ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? കേരളത്തിലെ മുൻപായിട്ടുള്ള മൺസൂണിന് മുൻപായിട്ടുള്ള വേനൽ മഴയാണ് മാംഗോ ഷവർ എന്ന് അറിയപ്പെടുന്നത്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലമാണ് കേട്ടോ. എറണാകുളത്ത് നേര്യമംഗലമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് എവിടെയാണ്? ചിന്നാറാണ് കേട്ടോ. ചിന്നാർ എവിടെയാണ്? ഇടുക്കിയിലാണ്. നേര്യമംഗലം എവിടെയാ? എറണാകുളത്താണ്. നേര്യമംഗലം എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ചിന്നാർ, ഇടുക്കിയാണ്. ചിന്നാറിന്റെ പ്രത്യേകത വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മുടെ കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയും? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് കേട്ടോ. ഇനി കേരളത്തിന്റെ ശരാശരി വാർഷിക വർഷപാതം. കേരളത്തിൽ ഒരു വർഷം ലഭിക്കുന്ന മഴയുടെ അളവ് എത്രയാണ്? 300 സെന്റിമീറ്റർ ആണ് കേട്ടോ. കേരളത്തിലെ ശരാശരിയാണ് വാർഷിക വർഷപാതം എന്ന് പറയുന്നത് 300 സെന്റിമീറ്റർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, SCRT ഉള്ളതാണ്. ഇനി നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം സൈക്ലോൺ വാർണിംഗ് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം സൈക്ലോൺ വാർണിംഗ് സെന്റർ എവിടെയാണ്? തിരുവനന്തപുരത്താണ് നിലവിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഇനി അതേപോലെ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ചുരം ഏതാണ്? അത് പാലക്കാട് ചുരമാണ്. ഓക്കെ, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്നത് NH 544 ആണ് കേട്ടോ. അതായത് സേലം ടു കൊച്ചി പാതയായിട്ടുള്ള ദേശീയപാത 544, അതായത് NH 544 ആണ് എന്ത് ചെയ്യുന്നത്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്നത്. സേലം കൊച്ചി കേട്ടോ. സേലം കൊച്ചി NH 544 മറക്കരുത്. ഇനി 744 ഏതാണ്? തിരുമംഗലം കൊല്ലമാണ് കേട്ടോ. NH 744 തിരുമംഗലം ടു കൊല്ലം. അതേപോലെ NH 766 ഇതെല്ലാം പ്രീവിയസ് ആണ്. കോഴിക്കോട് ടു മൈസൂർ ആണ് കേട്ടോ. കോഴിക്കോട് ടു മൈസൂർ NH 766. 966 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫറൂഖ് പാലക്കാട് കേട്ടോ. ഫറൂഖ് പാലക്കാട്
NH966 ഏതാണ്? ഫറൂഖ് പാലക്കാട്. ഓക്കെ, ഇനി നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ദേശീയപാത ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയപാത നാഷണൽ ഹൈവേ ഏതാണ്? എന്താണ്? NH47 അല്ലെ? NH47 ആണ്. ഇനി കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയിട്ടുള്ള ദേശീയപാത, നീളം കൂടിയ നാഷണൽ ഹൈവേ ഏതാണ്? അത് NH66 ആണ് കേട്ടോ. NH66 ആണ്. എങ്കിൽ നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ്? 966B ആണ് കേട്ടോ. 966B ആണ്. 966B ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? വെല്ലിംഗ്ടൺ ടു കുണ്ടന്നൂർ കേട്ടോ. പ്രീവിയസ് ചോദ്യങ്ങളാണ്, എത്ര നേരം പറഞ്ഞത് മുഴുവൻ പ്രീവിയസ് ചോദ്യങ്ങളാണ്. വെല്ലിംഗ്ടൺ ദ്വീപ് ടു കുണ്ടന്നൂർ. ഓക്കെ, ഇതവിടെ പഠിച്ചു വെക്കണേ. ഇനി കൊച്ചിയെയും ധനുഷ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാണ്? NH49 ആണ് കേട്ടോ. NH49 ആണ് കൊച്ചിയെയും ധനുഷ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ NH544 സേലം ടു ഏതാ പറഞ്ഞത്? കൊച്ചി വരെയാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എന്ന് പറഞ്ഞു. ഇനി 766 ആണ് കോഴിക്കോട് ടു മൈസൂര്. 966 ആണ് ഫറൂഖ് പാലക്കാട്. ആദ്യത്തെ NH ഏതാന്ന് ചോദിച്ചാൽ നാഷണൽ ഹൈവേ NH47 ആണ്. നീളം കൂടിയത് 66 ആണ്. നീളം കുറഞ്ഞത് 966B ആണ്. 966B ബന്ധിപ്പിക്കുന്നത് വെല്ലിംഗ്ടൺ ദ്വീപ് ടു കുണ്ടന്നൂരാണ്. 66 ഏതാണ്? പനവേൽ കന്യാകുമാരി കേട്ടോ. പനവേൽ ടു കന്യാകുമാരി. ഓക്കെ ആണോ? ഇനി NH49 ആണ് കൊച്ചിയെയും ധനുഷ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകൾ ടോട്ടൽ എത്രണ്ണമാണ്? 11 എണ്ണമാണ് കേട്ടോ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം 11 എണ്ണമാണ്. ഇനി പൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? പൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കോട്ടയമാണ് കേട്ടോ. ഇനി ഏറ്റവും കുറവ് വയനാടാണ്. ഏറ്റവും കുറവ് വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട് പീഠഭൂമിയാണ് അല്ലേ? വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറയുന്നത്. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശം കൂടിയിട്ടാണ് കേട്ടോ. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ അത് വയനാട് പീഠഭൂമിയാണ്. അത് മറക്കാൻ പാടില്ല. അതേപോലെ നമ്മുടെ ചുരങ്ങൾ നമ്മൾ കുറച്ച് നേരത്തെയൊക്കെ പഠിച്ചു അല്ലേ? അതേപോലെ ഇപ്പൊ ഈ പാലക്കാടിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പാലക്കാട് ചുരമാണ് അല്ലേ? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏത് എന്ന് ചോദിച്ചാൽ പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ മൊത്തം ചുരങ്ങൾ എത്രണ്ണമാണ്? 16 ചുരങ്ങളാണ് ടോട്ടലായിട്ട് ഉള്ളത്. അതിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത്. കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേട്ടോ. കോയമ്പത്തൂരിനെയും അതേപോലെ തന്നെ പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പശ്ചിമഘട്ടത്തിലെ 16 ചുരങ്ങളിൽ ഏറ്റവും വലിയ ചുരമായിട്ടുള്ള പാലക്കാട് ചുരം എന്ന് അറിയപ്പെടുന്നത്. NH544 കടന്നു പോകുന്നത് പാലക്കാട് ചുരത്തിലൂടെയാണ്. NH544 ഇപ്പൊ പഠിച്ചതാണ് അല്ലേ? കടന്നു പോകുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. അതേപോലെ തന്നെ പാലക്കാട് ചുരത്തിന്റെ പ്രത്യേകത വേറെ എന്താണ്? കേരളത്തിൽ നിന്നും അല്ലേ? നമ്മുടെ കേരളത്തിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. അപ്പൊ കേരളത്തിലാണ് ഏത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അല്ലേ? കേരളത്തിൽ നിന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ എവിടേക്ക് കടത്തിവിടും? തമിഴ്നാട്ടിലേക്കും. തമിഴ്നാട്ടിൽ നിന്നും എന്ത് ചെയ്യും? ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. ഇനി പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏത് നദിയാണ്? ഭാരതപ്പുഴയാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ പശ്ചിമഘട്ടത്തിൽ പറഞ്ഞു. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 16 ചുരങ്ങളാണ്. 16 ചുരങ്ങളിൽ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്.
പാലക്കാട് ചുരം കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544 ആണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴയാണ്. കേരളത്തിൽ നിന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെയും കോയമ്പത്തൂരിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണക്കാറ്റിനെയും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. അതേപോലെ വയനാട് പീഠഭൂമി, കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് വയനാട് പീഠഭൂമി എന്ന് അറിയപ്പെടുന്നത്. NH 85ന്റെ പ്രത്യേകത എന്താ? NH 85 ബോധി നായ്ക്കനൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് കേട്ടോ. ബോധി നായ്ക്കനൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 85. NH 744 നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, അതേതാണ്? ആര്യങ്കാവ് ചുരത്തിലൂടെ ചുരങ്ങൾ പഠിക്കുമ്പോൾ അതിൽ പറഞ്ഞതാണ് കേട്ടോ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 744. പാലക്കാട് ചുരത്തിലൂടെ 544 എന്ന് പറഞ്ഞു. ഇനി വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 766 പഠിച്ചു വെക്കണം കേട്ടോ. ബോധി നായ്ക്കനൂർ ചുരം NH 85 ബോധി നായ്ക്കനൂർ ചുരത്തിലൂടെ കടന്നു പോകുന്നു. NH 744 ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്നു. NH 766 വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ്. ഓക്കെ, ഇനി വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം താമരശ്ശേരി ചുരമാണ് കേട്ടോ. താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. താമരശ്ശേരി ചുരത്തിന്റെ മറ്റൊരു പേര് തന്നെയാണ് ഏത്? വയനാട് ചുരം എന്ന് പറയുന്നത് കേട്ടോ. വയനാട് ചുരം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരം. ഇനി വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട് അല്ല, കോഴിക്കോടാണ് കേട്ടോ. വയനാട് ചുരം എന്ന് കേൾക്കുമ്പോൾ വേഗം നമ്മൾ വയനാട്ടിലേക്ക് പോകും. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഇനി കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം ഏതാണ്? കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം ആലുവാമൊഴി ചുരമാണ് കേട്ടോ. ആലുവാമൊഴി ചുരമാണ് കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം എന്ന് പറയുന്നത്. പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഇത്? ആര്യങ്കാവ് ചുരം കേട്ടോ. പുനലൂരിനെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പുനലൂരിനെയും അതുപോലെ ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ഇതില് പെരിയാർ നദിയാണ് അല്ലെ. അതായത് നമ്മുടെ കേരളത്തിൽ 44 നദികളുണ്ട്. ആ 44 നദികളില് 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്ന സമയത്ത് മറ്റു 3 എന്ത് ചെയ്യുന്നുണ്ട്? കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്. ആ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാറ്. ഇത് 3 കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് കേട്ടോ. ഇത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദിയിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ കബനിയാണ്. രണ്ടാം സ്ഥാനം ഏതാണ്? ഭവാനിയാണ് കേട്ടോ. ഇത് വലുത്. രണ്ടാം സ്ഥാനം ഭവാനി, മൂന്നാം സ്ഥാനം പാമ്പാറ്. ഇനി നമുക്ക് കബനി നദിയെ കുറിച്ചിട്ടും ഭവാനി നദിയെ കുറിച്ചിട്ടും പാമ്പാർ നദിയെ കുറിച്ചിട്ടും ഒന്ന് ഓടിച്ചു വിടാം. അപ്പൊ കബനി നദി ആകെ നീളം എത്രയാണ്? ആകെ നീളം 240 കിലോമീറ്റർ ആണ് നീളം ആകെ. പക്ഷെ കേരളത്തിലൂടെ ഒഴുകുന്നത് 56.6 കിലോമീറ്റർ ആണ് കേട്ടോ. ഇനി കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ കബനി നദിയാണ്. പനമരം നദിയും മാനന്തവാടി നദിയും കൂടിച്ചേർന്നിട്ടാണ് കബനി നദി രൂപപ്പെട്ടിരിക്കുന്നത്. പനമരം നദിയും മാനന്തവാടി നദിയും കൂടിച്ചേർന്നിട്ടാണ് കബനി നദി രൂപപ്പെട്ടിരിക്കുന്നത്. കപില എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ കബനി നദിയാണ്. വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കേട്ടോ. വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് എന്ത് ചെയ്യാണ്? കാവേരി നദിയിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. കാവേരിയിൽ എവിടെ? കർണാടകയിലാണ് കേട്ടോ. ഇത് കർണാടകയിലാണ് പതിക്കുന്നത്, കാവേരി നദിയിൽ കേട്ടോ. കബനി നദി ഈ കാവേരിയുമായിട്ട് ചേരുന്ന സ്ഥലം അറിയപ്പെടുന്നത്, ഈ കാവേരിയുമായിട്ട് പതിക്കുന്നുണ്ടല്ലോ ആ ഭാഗം അറിയപ്പെടുന്നത്, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, തിരുമക്കുടൽ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. തിരുമക്കുടൽ എന്നാണ് അറിയപ്പെടുന്നത്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കബനി നദിയിലാണ് കേട്ടോ. പ്രീവിയസ് ആണ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. അതേപോലെ തന്നെ
നമ്മുടെ കേരളത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ട് എവിടെ കൊണ്ടുപോയി പതിക്കുകയാണ്? കർണാടകത്തിൽ പതിക്കുകയാണ് അല്ലെ. അങ്ങനെ ഒരു നദിയാണ് ഇത് കബനി നദി എന്ന് പറയുന്നത്. അതേപോലെ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് കേട്ടോ. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. നാഗർഹോൾ ദേശീയോദ്യാനം കബനി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നാഗർഹോൾ ദേശീയ ഉദ്യാനം നാഗർഹോൾ ദേശീയ ഉദ്യാനം എവിടെയാണ്? അത് കർണാടകയിലാണ്. ആ ദേശീയ ഉദ്യാനം കബനി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ കബനി നദിയെ കുറിച്ചിട്ട് പഠിക്കുക. ടോട്ടൽ നീളം 240 കിലോമീറ്റർ ആണ്. കേരളത്തിലൂടെ 56.6 കിലോമീറ്റർ ആണ്. പനമര നദിയും മാനന്തവാടി നദിയും കൂടി ചേർന്നിട്ടാണ് കബനി നദി രൂപപ്പെട്ടിരിക്കുന്നത്. കപില എന്നറിയപ്പെടുന്ന നദി കബനി നദിയാണ്. വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നും ഉത്ഭവിച്ചിട്ട് കാവേരി നദിയിലാണ് പതിക്കുന്നത്. കാവേരി നദിയിൽ ആ പതിക്കുന്ന ഭാഗം അറിയപ്പെടുന്നത് തിരുമക്കുടൽ എന്നാണ്. കാവേരി നദി പതിക്കുന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഏത് സ്റ്റേറ്റിലാണ്? കർണാടകയിലാണ്. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുറുവാദ്വീപ് അത് കബനി നദിയിലാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകയിൽ പതിക്കുന്നത് കബനി നദിയാണ്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് നാഗർഹോൾ ദേശീയോദ്യാനത്തിന് കബനി നദിയുടെ തീരത്താണ്. ഇതൊക്കെ അവിടെ പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ഭവാനി നദിയെ കുറിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ 37.5 കിലോമീറ്റർ ആണ് കേരളത്തിലെ നീളം ട്ടോ. 37.5 കിലോമീറ്റർ ആണ് കേരളത്തിലെ നീളം. ടോട്ടൽ നീളം പറയുകയാണെങ്കിൽ 217 കിലോമീറ്റർ കേട്ടോ. 217 കിലോമീറ്റർ ആണ് ടോട്ടൽ നീളം എന്ന് പറയുന്നത്. പതിക്കുന്നത് ഉത്ഭവം വന്നിട്ട് നീലഗിരിയിൽ നിന്നാണ് കേട്ടോ. ഉത്ഭവം നീലഗിരിയിൽ നിന്നാണ്. എന്നാൽ ഇത് പതിക്കുന്നത് കാവേരി നദിയിൽ തന്നെയാണ്. പക്ഷെ കർണാടകയിലല്ല, തമിഴ്നാട്ടിലാണ് കേട്ടോ. കാവേരി നദിയിലാണ് പതിക്കുന്നത്, പക്ഷെ തമിഴ്നാട്ടിലാണ് ഭവാനി പതിക്കുന്നത്. ഭവാനിയുടെ പോഷക നദി ഏതാണ്? ഭവാനിയുടെ പോഷക നദി ശിരുവാണി നദിയാണ് കേട്ടോ. ഭവാനിയുടെ പോഷക നദി ശിരുവാണിയാണ്. ഭവാനി ഒഴുകുന്ന ജില്ല ഏതാണ്? നമ്മുടെ കേരളത്തില് ഏത് ജില്ലയിലാണ് ഭവാനി ഒഴുകുന്നത്? പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. ഇനി ഭവാനിയുടെ മറ്റൊരു പോഷക നദിയാണ് ഏത്? വരയാർ. ശിരുവാണി മാത്രമല്ല, വരയാറും ഭവാനിയുടെ പോഷക നദിയാണ്. രണ്ടും ചോദ്യങ്ങളാണ് പ്രീവിയസ്. ശിരുവാണിയും വരയാറും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അതേപോലെ മുക്കാലിത്തടയാണ് കേട്ടോ. മുക്കാലിത്തടയണ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭവാനി നദിയിലാണ്. മുക്കാലി പറയുമ്പോൾ നമ്മൾ ചിരക മുക്കാലി എന്നൊക്കെ പറയില്ല. തേങ്ങ ചിരവുന്നതിനെയൊക്കെ ചിരവ മുക്കാലി എന്ന് പറയില്ല. ആ ചിരവ മുക്കാലി ഭവാനി തേങ്ങ ചിരവുന്നു എന്നൊക്കെ ഓർക്കുക കേട്ടോ. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനി നദിയിലാണ്. ഇനി നമ്മുടെ പാമ്പാർ നദിയെ കുറിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ പാമ്പാർ നദി ആകെ നീളം വന്നിട്ട് 31 കിലോമീറ്റർ ആണ് കേട്ടോ. ആകെ നീളം 31 കിലോമീറ്റർ ആണ്. പക്ഷേ നമ്മുടെ കേരളത്തിലൂടെ ടോട്ടല് 31. പക്ഷെ നമ്മുടെ കേരളത്തില് എത്രയാണ്? 25 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം നിൽക്കുന്നത്. ഇത് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പാമ്പാർ നദി ഉത്ഭവിക്കുന്ന സ്ഥലം ബെന്മൂർ ആണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബെന്മൂർ, ദേവികുളം താലൂക്ക് കേട്ടോ. വെന്മൂർ, ദേവികുളം താലൂക്ക് എവിടെ? ഇടുക്കി ജില്ലയാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലാണ് പാമ്പാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. പതിക്കുന്നത് കാവേരി നദി തന്നെയാണ്. മൂന്നും പതിക്കുന്നത് കാവേരി നദി തന്നെയാണ്. ഇതും തമിഴ്നാട് തന്നെയാണ് കേട്ടോ. കബനി നദി മാത്രമാണ് കാവേരിയിൽ, കർണാടകയില്. പക്ഷെ ഭവാനിയും പാമ്പാറും കാവേരിയില്, തമിഴ്നാട്ടിലാണ് പതിക്കുന്നത്. ഇനി ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് പാമ്പാർ ആണ്. അതേപോലെ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും ചെറിയ നദി ഏതെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ നദി കബനിയാണ്. ഏറ്റവും ചെറിയ നദി പാമ്പാർ ആണ്. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ്. പാമ്പാറിന്റെ മറ്റൊരു പേരെന്താണ്? തലയാർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കപില എന്നറിയപ്പെടുന്നത് കബനി എന്നാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നമ്മള് ഭവാനി നമ്മൾ എന്താ പറഞ്ഞത്? ഭവാനിയുടെ പോഷക നദികൾ പറഞ്ഞു അല്ലെ. ഭവാനിയുടെ പോഷക നദികളാണ് നമ്മൾ ശിരുവാണിയും ഏത് പറഞ്ഞ വരയാറും എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ. കപില എന്നറിയപ്പെടുന്നത് കബനിയാണെങ്കിൽ തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. ഓക്കെ. അപ്പൊ അതിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. കാ വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്യാം. അതുപോലെ വെച്ചിട്ട് തന്നെ പാമ്പാർ, തലയാർ എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. പാമ്പാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഇരവികുളം, മൈലാടി, തീർത്ഥമല, ചെങ്കലാറ്, തേനാറ്, ഇതൊക്കെ എന്താണ്? പാമ്പാറിന്റെ പോഷക നദികളാണ്. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് അമരാവതി. കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഏത്? അമരാവതി എന്ന് പറയുന്നത്. ഈ അമരാവതി നദി രൂപപ്പെടുന്നത് പാമ്പാറും തേനാറും ട്ടോ. പാമ്പാറും തേനാറും തമ്മിൽ സംഗമിച്ചിട്ടാണ് കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയായിട്ടുള്ള അമരാവതി രൂപപ്പെടുന്നത്.
ഇന്ത്യയിലെ ആദ്യത്തെ ഇ ലിറ്ററേറ്റ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? കേരളത്തിലെ ജില്ല ഏതാണ്? അത് മലപ്പുറം ജില്ലയാണ് കേട്ടോ. മലപ്പുറം ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ ലിറ്ററേറ്റ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കേട്ടോ. 2014 കേട്ടോ. 2014 മലപ്പുറം ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ ലിറ്ററേറ്റ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അത് എന്തുകൊണ്ടാണ്? അതായത് ആ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും കമ്പ്യൂട്ടർ, അതുപോലെ ഇന്റർനെറ്റ്, ഇമെയിൽ പോലുള്ള ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിച്ചത് കൊണ്ടാണ് ആ മലപ്പുറം ജില്ലയെ ഇ ലിറ്ററേറ്റ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, മലപ്പുറം ജില്ല കേട്ടോ, മറക്കരുത്. അതേപോലെ തന്നെ അക്ഷയ പദ്ധതിയും സംസ്ഥാന സർക്കാരിന്റെ ഡിജിറ്റൽ പദ്ധതികളും മുഖേനയാണ് മലപ്പുറം ജില്ലയിലെ ഭൂരിഭാഗം ആളുകൾക്ക് ഈ അറിവ് ലഭിക്കാനുള്ള കാരണം കേട്ടോ. അക്ഷയ പദ്ധതിയും അതുപോലെ കേരള ഗവൺമെന്റിന്റെ, സംസ്ഥാന സർക്കാരിന്റെ ഡിജിറ്റൽ പദ്ധതികളും ചേർന്നിട്ട് കേട്ടോ. ഡിജിറ്റൽ പദ്ധതികളും കൂടി ചേർന്നിട്ടാണ് മലപ്പുറം ജില്ലയിൽ എല്ലാവർക്കും, ഏകദേശം എല്ലാവർക്കും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഇമെയിലും ഓൺലൈൻ സേവനങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിച്ചത് കൊണ്ടാണ് 2014 കേരളത്തിലെ മലപ്പുറം ജില്ലയെ ഇന്ത്യയിലെ ആദ്യത്തെ ഇ ലിറ്ററേറ്റ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെടാനുണ്ടായ സാഹചര്യം. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ് കേട്ടോ. ഒരേ ജോസഫുമാരും ജോൺമാരും ഒക്കെ ഉണ്ട്. ഓക്കെ, ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ് റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിക്കുന്നത് കേട്ടോ. ഓക്കെ, റബ്ബർ കർഷകരിൽ നിന്ന് നേരിട്ട് റബ്ബർ വാങ്ങുന്ന ഒരേ ഒരു ഗവൺമെന്റ് ഏജൻസി ഏതാണ്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, അതായത് റബ്ബർ മാർക്ക് കേട്ടോ. ഓക്കെ, അതായത് റബ്കോയുടെ പൂർണ്ണരൂപം എന്താണ്? റബ്കോയുടെ പൂർണ്ണരൂപം എന്താണ്? കേരള സ്റ്റേറ്റ് റബ്ബർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് കേട്ടോ. റബ്കോ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. കേരള സ്റ്റേറ്റ് റബ്ബർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് കേട്ടോ. അതേപോലെ നമ്മുടെ കേരളത്തില് വ്യാവസായിക മേഖലയിലെ വികസനങ്ങൾ ലക്ഷ്യമാക്കിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? വ്യവസായ മേഖലയിലെ വികസനം ലക്ഷ്യമാക്കിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? മേക്ക് ഇൻ കേരള. മേക്ക് ഇൻ കേരള. ഓക്കെ, മേക്ക് ഇൻ കേരളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാ? മമ്മൂട്ടിയാണ് കേട്ടോ. മമ്മൂട്ടിയാണ്. ഓക്കെ, അതവിടെ പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഓരോരോ വ്യവസായങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാറുണ്ട്. ഏറ്റവും കശുവണ്ടി വ്യവസായത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏതാണ്? കശുവണ്ടി ഫാക്ടറി ഏറ്റവും കൂടുതലുള്ള ജില്ല കൊല്ലം ജില്ലയാണ് കേട്ടോ. കൊല്ലമാണ് കേട്ടോ. ഓക്കെ, നല്ല കോൾഡും പനിയും ഒക്കെ വീണ്ടും രണ്ടാമതും വന്നു. അതുകൊണ്ടാണ് ക്ലാസ്സുകൾ കഴിഞ്ഞ ആഴ്ച ഒന്നും ഇടാതിരുന്നത്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഡെയിലി നമുക്കൊരു 2 മണിക്കൂർ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തിട്ട് 2 മണിക്കൂറിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ലെങ്തി ആയിട്ട് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇട്ടുതരാം. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ദിവസം 2 ക്ലാസ് എന്ന രീതിയിൽ നമുക്ക് നമ്മൾ അങ്ങനെയാണല്ലോ വന്നത്, നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കാണ് ഹെൽത്ത് ഇഷ്യൂസ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരിക്കലും ഒരു 2 ദിവസം ക്ലാസ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ക്ലാസ് വിട്ട് പോകാൻ നിൽക്കരുത് കേട്ടോ. പൂർണ്ണമായും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും കമന്റ് ചെയ്തുകൊണ്ടും വീഡിയോക്ക് ഹൈപ്പ് ചെയ്തുകൊണ്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ടും ഒരു മുതൽ മുടക്കില്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നന്നായിട്ട് പഠിച്ചിട്ട് നല്ല റാങ്ക് ലിസ്റ്റ് കയറിയിട്ട് അടുത്ത ജോലി നമുക്ക് 2026 നിങ്ങളുടേതാക്കി മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട്. എൻ്റെ ഭാഗത്ത് നിന്നും പരമാവധി സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.